സാമ്പത്തിക പരാധീനതകൾ അനുഭവിക്കുന്ന ഒരുപാട് ആളുകൾ നമുക്കിടയിലുണ്ട് അല്ലേ. കയ്യിൽ 5 പൈസ എടുക്കാനില്ല, വല്ലാത്ത പ്രയാസത്തിലാണ് ഉസ്താദെ. ഒരുപാട് നന്മയൊക്കെ ചെയ്യണമെന്നുണ്ട്, സ്വതക്ക കൊടുക്കണമെന്നുണ്ട്, ഹദിയ ചെയ്യണമെന്നുണ്ട്, കയ്യിൽ പൈസ ഇല്ല. വിഷമിക്കണ്ട, സമ്പത്ത് അതിൻ്റെ ഉടമയായ റബ്ബ് തരും. നിസ്കാരം കഴിഞ്ഞിട്ട് 5 വക്കത്ത് നിസ്കാരം കഴിഞ്ഞിട്ടേ നമ്മളിന്ന് ഈ പഠിക്കുന്ന ചെറിയ ദിക്റൊന്ന് ചൊല്ലാൻ പറ്റുമോ? ലൈഫ് കളറാവും. അല്ലാഹു റബ്ബുൽ ആലമീൻ എല്ലാവിധ ഖൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏറെ സ്നേഹം നിറഞ്ഞ പ്രിയ സഹോദരങ്ങളെ, പരിശുദ്ധമായ മുഹറം മാസം ഇങ്ങനെ പോവാണ് അല്ലേ. പരിശുദ്ധമായ മുഹറത്തിൽ ആദ്യത്തെ 10 പ്രാർത്ഥനയ്ക്കുത്തരമുള്ള നിമിഷങ്ങൾ നമ്മൾ വേസ്റ്റാക്കി കളയാൻ പാടില്ല. ഓരോ നിമിഷവും പ്രാർത്ഥനയ്ക്ക് ഉത്തരമുള്ള നിമിഷങ്ങളാണ്. അല്ലാഹു റബ്ബുൽ ആലമീൻ സത്യം ചെയ്തു പറഞ്ഞ ദിനരാത്രങ്ങളാണെന്ന് അയിമ്മത്തുകൾ പഠിപ്പിക്കുന്ന മനോഹരമായ ആദ്യ 10, രക്ഷയുടെ 10, ആപത്തുകളിൽ നിന്ന് അല്ലാഹു മോചനം തരുന്ന 10, പരീക്ഷണങ്ങളിൽ നിന്ന് പടച്ചവൻ കൈ ഉയർത്തുന്ന 10, എന്ത് ചോദിച്ചാലും നാഥൻ തരാൻ കാത്തിരിക്കുന്ന 10. ഈ 10ലാണ് ആശൂറ ഉള്ളത്, ഈ 10ലാണ് താസുആ ഉള്ളത്. അങ്ങനെ തുടങ്ങി ഒരുപാട് അത്ഭുതങ്ങൾ, ഒരുപാട് പ്രവാചകന്മാരെ അള്ളാഹു ഏറ്റെടുത്ത മനോഹരമായ നിമിഷങ്ങൾ ഈ 10ലാണ്. അപ്പം ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കട്ടെ. സാമ്പത്തികമായ പരാധീനത വലിയൊരു വിഷയം തന്നെയാണ് ഇല്ലേ. ആ പരാധീനതയും അള്ളാഹ് മാറ്റിത്തരും. ആര് മാറ്റിത്തരും? അള്ളാഹ് മാറ്റിത്തരും. അത്യാവശ്യത്തിന് പോലും കയ്യിൽ 5 പൈസ എടുക്കാനില്ല ഉസ്താദ് എന്ന് പറഞ്ഞ ആൾക്കാരൊക്കെ ഉണ്ട്. അത്യാവശ്യത്തിന് പോലും ഇല്ല. ഒരു ഹോസ്പിറ്റൽ കേസ് വന്നാൽ ഉടനെ എടാ ഒരു 500 രൂപ ഉണ്ടെങ്കിലും ഒന്ന് അക്കൗണ്ടിലേക്ക് ഇടുമോ എന്ന് ചോദിക്കേണ്ട ഒരവസ്ഥ. കാരണം നല്ല ശമ്പളമുണ്ട്, പക്ഷേ ഒരു ഹോസ്പിറ്റൽ കേസ് വരുമ്പോൾ പേഴ്സ് തുറന്ന് നോക്കിയാൽ പൈസ ഇല്ല. അല്ലെങ്കിൽ ഒരു അത്യാവശ്യത്തിന് സ്വതക്ക ചെയ്യണമെന്നുണ്ട്, കയ്യിൽ 5 പൈസ ഇല്ല. വല്ലാത്ത കൊതിയുണ്ട് ഉസ്താദെ, ഞങ്ങൾ എന്ത് ചെയ്യും? ഞാൻ നിങ്ങൾക്കൊരു ഹദീസ് പഠിപ്പിച്ചു തരട്ടെ. മഹാനായ സയ്യിദുന അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. അന്നൽ ഫുഖറാ അൽ മുഹാജിരീന അതൗ റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹാജിറുകളിൽപ്പെട്ട പാവപ്പെട്ട സഹാബത്ത് അല്ലേ. ഹിജ്റ കാലണ്ടറാണ്, ഹിജ്രി കാലണ്ടറാണ് നമ്മൾ അംഗീകരിക്കുന്നത്. ആ ഹിജ്റയെക്കുറിച്ചൊക്കെ നമ്മൾ ഒരുപാട് പറഞ്ഞതാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം എല്ലാം ഉപേക്ഷിച്ച് വന്നവരാണ് മുഹാജിറുകൾ. അവർക്കെല്ലാം പകുത്തു കൊടുത്തവരാണ് അൻസാറുകൾ. നമ്മൾ കൊടുക്കും അങ്ങനെ? ചിന്തിച്ച് നോക്കിയേ. അവർക്ക് സമ്പത്തിനേക്കാൾ വലുത് അള്ളയായിരുന്നു. സ്വന്തം വലിയ ബിസിനസ് ടൈക്കൂണുകളായ അൻസാറുകൾ പലരും എന്ത് ചെയ്തു? ബിസിനസ്സിൻ്റെ പകുതി മുഹാജിറുകളായ തങ്ങളുടെ സഹോദരങ്ങൾക്ക് കൊടുത്തു. പലരും സുന്ദരിയായ 2 ഭാര്യമാരുണ്ടെങ്കിൽ സുന്ദരിയായ ഭാര്യയെ തൊലാക്കിയില്ലിട്ട് അത് മുഹാജിറായ തൻ്റെ സഹോദരന് കല്യാണം കഴിച്ചു കൊടുക്കാൻ. ഇതൊക്കെ ആർക്കാ പറ്റുക? ഏത് മനുഷ്യന്മാർക്ക് ഇത് ചെയ്യാൻ പറ്റുക? അവരാണ് അൻസാറുകളും മുഹാജിറുകളും. അപ്പോൾ ഈ മുഹാജിറുകളിൽപ്പെട്ട പാവപ്പെട്ട കുറച്ച് മനുഷ്യർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് വരികയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, യാ റസൂലല്ലാഹ്, ഈ സമ്പന്നരായ സ്വഹാബത്തൊക്കെ വലിയ പദവി നേടി നബിയെ, അവർക്കൊക്കെ ഒരുപാട് നന്മ ചെയ്യാൻ പറ്റുന്നുണ്ട് യാ റസൂലല്ലാഹ്. അപ്പോൾ നബി തങ്ങൾ ചോദിച്ചു, വമാദാഖ്, എന്തപ്പം അങ്ങനെ ഒരു വർത്താനം? അവർക്കെന്താ അങ്ങനെ വലിയ പദവി? എന്താണ് സംഗതി? അപ്പോൾ ആ പാവപ്പെട്ട സ്വഹാബത്ത് പറയുന്നുണ്ട്, യുസല്ലൂന കമാ നുസല്ലി, അവർ ഞങ്ങൾ നിസ്കരിക്കണ പോലെ അവർ നിസ്കരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവർ നിസ്കരിക്കണത് പോലെ ഞങ്ങൾ നിസ്കരിക്കുന്നുണ്ട്. യസൂമൂന കമാ നസൂമു, അവർ നോമ്പ് പിടിക്കുന്നത് പോലെ ഞങ്ങൾ നോമ്പും പിടിക്കുന്നുണ്ട് നബിയെ. പക്ഷേ വയത്തസദ്ദഖൂൻ ഓലാന തസദ്ദഖു, അവർ സ്വതക്ക കൊടുക്കുന്നുണ്ട്, ഞങ്ങൾക്ക് കൊടുക്കാൻ പറ്റണില്ലല്ലോ നബിയെ, ഞങ്ങളൊരു പൈസ ഇല്ലല്ലോ നബിയെ എന്നാണ്. സ്വഹാബത്തിൻ്റെ സ്വതക്ക എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോൾ മഹാനായ സയ്യിദുന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഒരിക്കലൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അതായത് മദീനയിൽ ക്ഷാമകാലം, ഒന്നുമില്ല, ഭക്ഷണവും കാര്യങ്ങളൊക്കെ ആയിട്ട് ആകെ ഇടങ്ങേറ് നിറഞ്ഞു നിൽക്കുന്നൊരു സമയം, ഒന്നുമില്ലാത്തൊരവസ്ഥ. അപ്പോൾ 1000 ഒട്ടകങ്ങൾക്ക് മുകളിൽ കച്ചവടച്ചരക്കുമായിട്ട് വരികയാണ് ആര്? ഉസ്മാൻ റളിയല്ലാഹു അൻഹു. 1000 ഒട്ടകങ്ങളൊക്കെ പറഞ്ഞാൽ കോടാനുകോടി രൂപ. അതിന് മുകളിൽ ഒട്ടകത്തിന് മുകളിൽ ചരക്കുകളാണ്, കച്ചവടത്തിനുള്ള സാധനങ്ങൾ. അപ്പോൾ കച്ചവടക്കാരൊക്കെ ഇങ്ങനെ കൂടി വില പറയാൻ തുടങ്ങി. ആ നാട്ടിൽ കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല വില ഓരോ കച്ചവടക്കാരനും പറഞ്ഞു. അപ്പോൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, എനിക്ക് ഈ വില പോരാ, ഈ വില പോരാ. അപ്പോൾ അവർ പറഞ്ഞു, ഉസ്മാൻ, ഇതിലും കൂടുതലൊരു വില ഈ ചരക്കിന് കിട്ടുമെന്ന് തോന്നണില്ല, കിട്ടൂല, എവിടെയും കിട്ടൂല. അപ്പോൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇതിലും വലിയ വിലക്ക് ഈ ചരക്ക് എടുക്കാൻ പറ്റിയ ഒരാൾ എൻ്റെ കയ്യിലുണ്ട്, എനിക്ക് അതിലും കൂടുതൽ വില തരാൻ ഒരാൾ എനിക്കുണ്ട്. ഒന്നാമത് ആരാണ് അറിയണമല്ലോ? അതെൻ്റെ റബ്ബാണ്, അതെൻ്റെ റബ്ബാണ്. ഞാൻ ഈ 1000 ഒട്ടകങ്ങളും അതിനു മുകളിലുള്ള ചരക്കുകളും അള്ളാൻ്റെ മാർഗത്തിൽ മദീനക്കാർക്ക് ദാനം ചെയ്തിരിക്കുന്നു. ഇതാണ് സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. ആലോചിച്ച് നോക്കിയേ. 1000 ഒട്ടകങ്ങളും അതിന് മുകളിലുള്ള സമ്പത്തും ഞാൻ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ദാനം ചെയ്തു എന്നാണ്. എനിക്ക് അവൻ തന്നോളൂ അതിൻ്റെ വില. യാ അല്ലാഹ്, ഇതാണ് സ്വഹാബ റളിയല്ലാഹു അൻഹും.
അപ്പോൾ ഇവർ ഒരുപാട് സ്വതക്കയെന്ന് ഒരുപാട് അള്ളാഹുവിൽ നിന്ന് നേടുന്നുണ്ട്. ഞങ്ങൾ കയ്യിൽ പൈസ ഇല്ലാത്തതുകൊണ്ട് സ്വതക്ക ചെയ്യാൻ പറ്റണില്ലല്ലോ യാ റസൂലല്ലാ, ഞങ്ങൾക്ക് സമ്പത്ത് വേണം നബിയേ. അപ്പോൾ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, നിങ്ങൾ വിഷമിക്കണ്ട, അവരെക്കാൾ കൂടുതൽ പദവി നിങ്ങൾക്ക് കിട്ടും, അവരെക്കാൾ കൂടുതൽ പ്രതിഫലം നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ എന്ത് ചെയ്യണം? സിമ്പിളാണ്. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, നിസ്കാരം കഴിഞ്ഞിട്ട് തുസബ്ബിഹൂന വതുകബ്ബിറൂന വതഹ്മദൂൻ ദുബറ കുല്ലി സ്വലാഹ്, നിങ്ങൾ തസ്ബീഹ് സുബ്ഹാനല്ലാഹ് പറയണം, അൽഹംദുലില്ലാഹ് പറയണം, അല്ലാഹു അക്ബർ പറയണം. എപ്പോൾ? നിസ്കാരത്തിന് ശേഷം. എത്ര തവണ? സലാസം വസലാസീന മറ. ഇപ്പം 33 തവണ സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാ അൽഹംദുലില്ലാ അൽഹംദുലില്ലാ, അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. ഇതൊക്കെ പറയുമ്പോൾ അതിൻ്റെ കേവല അർത്ഥം മാത്രമല്ല, ആന്തരികമായി ചിന്തിക്കണം. അതെങ്ങനെ? സുബ്ഹാനല്ലാഹ്, അല്ലാഹു എത്ര പരിശുദ്ധൻ. അപ്പോൾ നമ്മുടെ കൽബിലുണ്ടാകണം, എനിക്ക് ഒരു പരിശുദ്ധിയുമില്ല, ഞാൻ വെറും പാവം, ഒന്നുമില്ലാത്തൊരടിമ. അൽഹംദുലില്ലാ, സർവ്വസ്തുതിയും അള്ളാഹ്ക്ക് മാത്രം, എനിക്കൊരു സ്തുതിയില്ല, എൻ്റെ കയ്യിലൊന്നുമില്ല, എൻ്റെ കയ്യിലുള്ളതൊക്കെ അള്ളാഹ് തന്നത് മാത്രം. അല്ലാഹു അക്ബർ, ഏറ്റവും വലിയവനാര്? അള്ളാഹ് മാത്രം, ഞാൻ വെറും വിനയവിധേയനായൊരടിമ മാത്രം. എന്നാലോചിക്കേ, ഈ ബോധ്യത്തിൽ നിങ്ങൾ 33 തവണ ചൊല്ലിക്കോ, അള്ളാഹ് എല്ലാം തന്നോളും. ഇതിപ്പോൾ ഞങ്ങളും ചൊല്ലാറുണ്ടല്ലോ ഉസ്താദേ എന്നാണ് പറയണ. കേൾക്ക്, നിങ്ങൾ വരട്ടെ, സംഗതി വരട്ടെ. നിങ്ങൾ വെറുതെ ആ സാധനമല്ലത്, കൽവിൽ തട്ടിയിട്ട് ഞാൻ ഈ പറഞ്ഞതുപോലെ നിങ്ങൾ ചൊല്ല്. അപ്പോൾ സ്വഹാബത്ത് ഇത് ചൊല്ലാൻ തുടങ്ങി. ഇത് കണ്ട് സമ്പന്നരായ സ്വഹാബത്ത് വരികയാണ്. ഇവരെന്താ ഒരു പുതിയ പരിപാടി, ഇത് നബിതങ്ങൾ പഠിപ്പിച്ചു കൊടുത്താണല്ലോ, അപ്പോൾ ഞങ്ങളും ചൊല്ലും. അപ്പോൾ പാവപ്പെട്ട സ്വഹാബത്ത് 31 തവണ ഇത് ചൊല്ലുന്നുണ്ട്. അപ്പോൾ സമ്പന്നരായ സ്വഹാബത്ത് എന്ത് ചെയ്തു? അവരെ തോപ്പിക്കാൻ വേണ്ടിയാണ് ഈ പരിപാടി തുടങ്ങിയത്, അവരെക്കാൾ കൂടുതൽ കൂലി കിട്ടാൻ. അപ്പോൾ ഇത് കണ്ടുകൊണ്ട് സമ്പന്നരായ സ്വഹാബത്ത് 33 തവണ നിസ്കാരത്തിന് ശേഷം ഇത് ചൊല്ലാൻ തുടങ്ങി. അപ്പോൾ ഈ പാവപ്പെട്ട സ്വഹാബത്ത് റസൂലുള്ളാഹിൻ്റെ അടുക്കലേക്ക് ചെല്ലുകയാണ്. യാ റസൂലല്ലാഹ്, ഇതിപ്പോൾ ആകെ എന്താ സംഭവം? എന്തേ? ഞങ്ങൾക്ക് പഠിപ്പിച്ചെന്ന് ഈ ദിക്ർ സമ്പന്നരായ സ്വഹാബത്ത് ചൊല്ലുന്നുണ്ട് നബിയെ, ഞങ്ങൾക്ക് പരാതിയുണ്ട് യാ റസൂലല്ലാഹ്. അപ്പോൾ ഹബീബായ തങ്ങൾ പറഞ്ഞു, ദാലിക ഫദ്ലുല്ലാഹ്, അത് അള്ളാൻ്റെ ഔദാര്യമാണ്, അത് അള്ളാൻ്റെ ഔദാര്യമാണ്. അതിൽ നിങ്ങൾ പരാതിയൊന്നും പറയാൻ പാടില്ല, പരാതിയൊന്നും പറയരുത്. അവർ ചൊല്ലുന്നുണ്ടെങ്കിൽ ചൊല്ലിക്കോട്ടെ. നിങ്ങളെ ഏൽപ്പിച്ച പരിപാടി ഉണ്ടല്ലോ, ഈ സുബ്ഹാനല്ലാഹി അൽഹംദുലില്ലാഹി അല്ലാഹു അക്ബർ. അപ്പം ഞാനീ പറഞ്ഞ ബോധ്യത്തിൽ നിങ്ങൾ ചൊല്ലിക്കോ. യുഅ്തി മൻ യശാഉ ബിഗൈരി ഹിസാബ്, അള്ളാഹ് ഉദ്ദേശിക്കുന്നവർക്ക് അവൻ കണക്കില്ലാതെ കൊടുക്കുന്നവനാണ്. എന്താ ഹദീസ്? അള്ളാഹ് ഉദ്ദേശിക്കുന്നവർക്ക് അവൻ കണക്കില്ലാതെ കൊടുക്കുന്നവനാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ അള്ളാഹ് ഉദ്ദേശിക്കുന്നവർക്ക് കണക്കില്ലാതെ കൊടുക്കും. എന്ത് ചെയ്താൽ മതി? അധ്വാനിക്കണം, പണിയെടുക്കണം കേട്ടോ. ഇപ്പോൾ ദാരിദ്ര്യത്തിൽ നിന്ന് നീങ്ങാൻ സൂറത്തിൽ വാക്യോ പതിവാക്കാൻ പറഞ്ഞു. അപ്പോൾ ഒരാൾ പണിക്ക് പോണില്ലടാ, എന്തിനാ പണിക്ക് പോണത്? ഞാൻ വാക്യോ ഓതിക്കോളാം. അവന് വല്ലതും കിട്ടുമോ? ആകാശത്ത് നിറക്കി കൊടുക്കുമല്ല. പണിയെടുക്കുന്നതോടൊപ്പം വാക്യോ ഓതണം. നമ്മൾ പണി ചെയ്തത് കൊണ്ടല്ല നമ്മുടെ കയ്യിൽ പൈസ വന്നത്, അള്ളാഹ് തന്നതുകൊണ്ടാന്നേ. നമ്മളെക്കാൾ അധ്വാനിക്കണം എത്രയോ മനുഷ്യന്മാർ പാവപ്പെട്ട് ആകെ ഇടങ്ങാറായി കിടക്കണം. നമ്മുടെ ചെറിയ അധ്വാനം കൊണ്ട് അള്ളാഹ് തരുന്നതാണ്. യൂസുഫ് അലിക്കും കൊടുത്തത് അള്ളയാണ്, നമുക്കും തന്നത് അള്ളയാണ്, തരാത്തതും അള്ളയാണ്. എല്ലാം തന്നതും തരാത്തതും ഒക്കെ റബ്ബുൽ ആലമീനായ തമ്പുരാനാണ്. നമ്മുടെ അധ്വാനത്തിന് ഇവിടെ റോളൊന്നുമില്ല, അതൊരു കാരണം മാത്രമാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ നമ്മൾ അധ്വാനിക്കുന്നതോടൊപ്പം ഈ തസ്ബീഹും ഈ തഹ്മീദും ഈ തക്ബീറും മനസ്സറിഞ്ഞ് ഇന്നത്തെ നിസ്കാരം മുതൽ ഞങ്ങളപ്പോൾ എല്ലാ നിസ്കാരത്തിലും ചൊല്ലാറുണ്ട്. അതവിടെ നിൽക്കട്ടെ മക്കളെ. ഇപ്പോൾ നമ്മളൊരു സംഗതി പഠിക്കുകയല്ലേ, ഈ ബോധ്യത്തിൽ നമ്മൾ ചൊല്ലാറുണ്ടോ? ചിലപ്പോൾ അടുപ്പത്ത് കഞ്ഞിയായിരിക്കും, നമ്മൾ സലാം വീട്ടിൽ ഉടൻ തന്നെ അങ്ങനെ ഒറ്റ പോക്കാണ്, ദിക്കറൊന്നുമില്ല. ഭൂരിഭാഗം ഉമ്മമാരങ്ങനെ തന്നെ. ഇനി അങ്ങനെ ഉണ്ടാകുമ്പോൾ ഇത് ചൊല്ലണം. ഇനി ചൊല്ലുകയാണെങ്കിൽ തന്നെ അത് ആർക്ക് വേണ്ടിയിട്ടാണ്? നമ്മളീ പറഞ്ഞ ബോധ്യത്തിൽ ചൊല്ലണം. അങ്ങനെ ചൊല്ലിക്കോ. എന്നിട്ട് അള്ളാഹിനോട് ഇതായിരുന്നോ, അള്ളാഹ് നിങ്ങളറിയാത്ത മാർഗത്തിലൂടെ നിങ്ങൾ ഏറ്റെടുക്കും. നിങ്ങളുടെ സാമ്പത്തിക കാര്യങ്ങൾ മുഴുവൻ തീരും, പ്രശ്നങ്ങൾ മുഴുവൻ തീരും. ഇനി കയ്യിൽ 5 പൈസ ഇല്ലാത്തൊരവസ്ഥ നിങ്ങൾക്ക് ഉണ്ടാവൂല. ഇത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതാണ്. അപ്പോൾ നമുക്കും ചൊല്ലിക്കൂടെ? ഈ മുഹറം നമുക്ക് തുടങ്ങാൻ പറ്റിയ സമയമാണ്. അല്ലാഹു റബ്ബുൽ ആലമീൻ അതിന് തൗഫീഖ് നൽകട്ടെ. എല്ലാവർക്കും അല്ലാഹു ഖൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.